കാത്തിരുന്ന ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച ഒരു സഭയ്ക്ക് വേണ്ടി ഒരു കൂട്ടത്തിന്റെ മുൻപിൽ പിശാചിന്റെയും മനുഷ്യന്റെയും പ്രതീക്ഷകൾ തകരുന്നു. അതെ, നിങ്ങളുടെ തകർച്ച പ്രതീക്ഷിക്കുന്ന, നിങ്ങളുടെ വീഴ്ച പ്രതീക്ഷിക്കുന്ന, നിങ്ങളുടെ മരണവും പരാജയവും പ്രതീക്ഷിക്കുന്ന, നിങ്ങളുടെ ഇല്ലായ്മകൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങളുടെ ദുഃഖങ്ങൾ പ്രതീക്ഷിക്കുന്ന ചിലതിന്റെ പ്രതീക്ഷകൾ തകർന്ന് തരിപ്പണമായി സ്വർഗത്തിലെ ദൈവം നീ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നിന്നെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. എത്ര ശക്തമേറിയ ഒരു പദമാണ്! യഹൂദാ ജനത്തിന്റെയും ഹെരോദാവിന്റെയും പ്രതീക്ഷയിൽ നിന്ന് എന്തായിരുന്നു അവരുടെ പ്രതീക്ഷ? പത്രോസിന്റെ മരണം. എന്തായിരുന്നു അവരുടെ പ്രതീക്ഷ? പത്രോസിന്റെ തകർച്ച. എന്തായിരുന്നു അവരുടെ പ്രതീക്ഷ? സഭയുടെ ഉന്മൂലനാശം. എന്നാൽ എഴുതി വെച്ചോ, പിശാചും മനുഷ്യനും മന്ത്രവാദിയും ആഭിചാരകനും ലൂസിഫറും പ്രതീക്ഷിക്കുന്നതല്ല നിന്റെ വീട്ടിൽ സംഭവിക്കുന്നത്. നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ വിടുതലുകൾ അത്രേ നിന്റെ ഭവനത്തിൽ, ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ചെയ്യുവാൻ പോകുന്നത്. മനുഷ്യന്റെ, പിശാചിന്റെ. നിങ്ങൾ ചിലര് മിണ്ടാതിരിക്കുമ്പം ഹൃദയത്തോടൊന്ന് ചോദിക്കണം, കല്ലാന്നോ മാംസമാണോ എന്ന്. അനങ്ങാതിരിക്കുമ്പം ഹൃദയത്തോട് ചോദിക്കണം, ഞാൻ മനുഷ്യൻ തന്നെ ആണോ എന്ന്. കാരണം ഞാൻ പറയാം അത് പറഞ്ഞതിന്റെ പിശാച് എവിടെല്ലാം നിന്നെ ടാർഗറ്റ് ചെയ്തെന്ന് അറിയാവോ? നിനക്കിത് വല്ലതും അറിയുവോ? സാത്താൻ നിന്നെ എവിടെല്ലാം ടാർഗറ്റ് ചെയ്തെന്ന് അറിയാവോ? നീ പുറത്തു വരാതിരിക്കാൻ, നീ പ്രയോജനപ്പെടാതിരിക്കാൻ, നീ ശുശ്രൂഷിക്കാതിരിക്കാൻ, നീ അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ, നിന്റെ കുടുംബജീവിതം തകർക്കാൻ, നീ ഇല്ലാതാകാൻ, നിന്നെ പെട്ടി കയറ്റാൻ, നിന്നെ ശവപ്പറമ്പിലാക്കാൻ, നിന്റെ വണ്ടി തകർക്കാൻ, നിന്റെ കുടുംബം ഇല്ലാതാക്കാൻ, നിന്റെ ഫാമിലി ലൈഫ് തകർത്ത് കളയാൻ, നിന്റെ തലമുറകളെ നശിപ്പിക്കാൻ അവൻ എവിടെല്ലാം ടാർഗറ്റ് ചെയ്തെന്നറിയാമോ? എന്നാൽ ദുഷ്ടന്റെ സകല പ്രതീക്ഷയിൽ നിന്നും, ശത്രുവിന്റെ സകല പദ്ധതിയിൽ നിന്നും നിന്നെ വിടുവിച്ചൊരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക.